അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടാണ് ഇന്ന് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ കോടതി ഈ കേസിൽ ഇടപെട്ടില്ല. ഇതിന് തൊട്ട് പിന്നാലെ ഇത്രയും തിടുക്കപ്പെട്ട് എന്തുകൊണ്ടായിരിക്കും ED ഇപ്പോൾ ഈ പെട്ടെന്നുള്ളൊരു ചോദ്യം ചെയ്യൽ, അതിനുശേഷം 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ, അതിനുശേഷം അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്? അതും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ തിടുക്കപ്പെട്ടുള്ള ഒരു നടപടിയിലേക്ക് ED കടന്നത് എന്തുകൊണ്ടായിരിക്കും? തിടുക്കപ്പെട്ട ED കടന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം 9 തവണ ഇതിനു മുമ്പ് ചോദ്യം ചെയ്യാൻ സമൻസ് അയച്ചിരുന്നു. ഈ 9 തവണയും അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറായില്ല. മാത്രമല്ല വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത് എന്ന് തന്നെ പറയാം. അരവിന്ദ് കെജ്രിവാളും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഒരു വിധത്തിലുള്ള ആശ്വാസം നൽകാൻ ഡൽഹി ഹൈക്കോടതിയും തയ്യാറായില്ല. അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യം കോടതി അംഗീകരിച്ചില്ല. മാത്രമല്ല ഈ തെളിവുകൾ, അതായത് മുദ്രവച്ച കവറിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകിയ തെളിവുകൾ, ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് നൽകിയ തെളിവുകളൊക്കെ തന്നെ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഇതിൽ ഇടപെടാൻ വിസമ്മതിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ അവർ 10ാമത്തെ സമൻസ് നൽകുകയും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അകത്ത് കയറുകയും ചെയ്തു. പിന്നീടാണ് ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് കൊണ്ടുവരുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ അവിടെയായിരിക്കും. ഇതിലെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഡൽഹി മുഖ്യമന്ത്രി മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ മുഖം കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. കാരണം ഒരുപക്ഷെ UPA സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും പതനത്തിന് വഴിവെച്ച ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് അരവിന്ദ് കെജ്രിവാളായിരുന്നു, അണ്ണാ ഹസാരയ്ക്കൊപ്പം. ആ അരവിന്ദ് കെജ്രിവാളാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു അഴിമതി കേസിൽ അറസ്റ്റിലാകുന്നു എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. BJP വളരെ കൃത്യമായി തന്നെ കരുക്കൾ നീക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. കാരണം ഇന്ന് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്ന നിമിഷം തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി അവർ മുന്നോട്ട് പോയി എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത്. അപ്പോൾ ഒരു ഡൈവേഷണറി ടാക്ടിക്സ് കൂടിയാകുന്നു. അതായത് ഇന്നിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സമയത്ത് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ മുഖം അഴിമതി കേസിൽ അറസ്റ്റിലാകുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഡൽഹി മദ്യനയ കേസിൽ ഇപ്പോൾ അറസ്റ്റിലാകുന്ന 4ാമത്തെ പ്രമുഖനാണ് അരവിന്ദ് കെജ്രിവാൾ. കാരണം നേരത്തെ മന്ത്രിമാരായ സത്യേന്ദ്ര ജെയിനും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും അറസ്റ്റിലായിരുന്നു. അതോടൊപ്പം തന്നെ സഞ്ജയ് സിംഗും അറസ്റ്റിലാണ്, അദ്ദേഹവും തടവിലാണ്. ഇതിപ്പോൾ 4ാമത്തെ അറസ്റ്റാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് BRSൻ്റെ നേതാവ് കവിതയെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിൻ്റെ. അപ്പോൾ വലിയ ഒരു കേസാക്കി ഇതിനെ മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു അഴിമതിയുടെ ഏറ്റവും വലിയൊരു സംഭവമാക്കി ഇതിനെ മാറ്റിയെടുക്കാനാണ് ഇപ്പോൾ BJP തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആലോചിക്കുന്നത്. ഡൽഹിയിലെ മദ്യനയത്തിൽ വന്ന മാറ്റമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ പറയാം. കാരണം ഡൽഹിയിൽ സർക്കാരിൻ്റെ ഔട്ട്ലെറ്റുകൾ വഴിയായിരുന്നു മദ്യം വിതരണം ചെയ്തിരുന്നത്. അത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകുന്ന കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെയാണ് ഇതിൽ വലിയ ഇടപാടുകൾ നടന്നത്. ഒരുപക്ഷെ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയ ഈ നയം മാറ്റമാണ് പഞ്ചാബിൽ വലിയ തോതിൽ പണം